ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചൂനാട്ട് പ്രവർത്തിക്കുന്ന എസ്.കെ. ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് നടത്തിയത്. ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മദ്യപാനം, മറ്റ് മയക്കുമരുന്നുകൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഡ്രൈവിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈൻഡ് എന്ന് പറഞ്ഞ പലതരത്തിലുണ്ട് അല്ലേ? പലതരം വെച്ചാൽ ഒന്ന് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ബോധമണ്ഡലം അല്ലേ? നമുക്കിപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും ബോധമുണ്ട്, നല്ല ബോധമുണ്ട്. മറ്റൊന്ന് ഓപ്പോസിറ്റ് ഏതാ? അൺകോൺഷ്യസ് മൈൻഡ് അല്ലേ? അബോധമണ്ഡലം അല്ലേ? ഒന്നുണ്ട് മറ്റൊന്നില്ല. എനിക്ക് ഫുള്ള് ബോധമുണ്ട്. ഇപ്പോൾ മറ്റതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അൺകോൺഷ്യസ് മൈൻഡാണ്. എനിക്ക് ബോധമില്ല. ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ ബോധം കെട്ടുക, അപ്പം അൺകോൺഷ്യസ് ആയി. നിങ്ങളൊന്നും തന്നെ ചവിട്ടിയാലും ഇടിച്ചാലും എനിക്കറിയാൻ പറ്റുമോ? അത് അൺകോൺഷ്യസ് അല്ലേ? ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ളത് അതാണ് ഉപബോധ മനസ്സ്. അതിൻ്റെ പേര് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ? കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇടയ്ക്കുള്ള സബ് കോൺഷ്യസ് മൈൻഡ്. ഈ മൂന്നിൻ്റെ വ്യത്യാസം മനസ്സിലായി? മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വാഹനം ഇന്ന് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന ഏകദേശം ആണുങ്ങൾ നോക്കിയാലും പെണ്ണുങ്ങൾ, പുരുഷന്മാർ നോക്കിയാലും സ്ത്രീകൾ നോക്കിയാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹെൽമെറ്റിനകത്ത് ഫോൺ കയറ്റി വെച്ച് ഒന്നേ ഫോൺ വിളിച്ചുകൊണ്ട് പോവുക, മറ്റൊന്ന് പാട്ട് കേൾക്കുക. മനസ്സിലായി? നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ അല്ലേ? ശ്രദ്ധ അല്ലെങ്കിൽ കെയർ എന്ന് പറയാം. കെയർ എന്നുള്ള വാക്കേട്ടില്ലേ? ശ്രദ്ധയെ നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ കവറിന്റെ പറഞ്ഞിരിക്കും ഹാൻഡിൽ വിത്ത് കെയർ എന്നിരിക്കാറുണ്ട് അല്ലേ? ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അത് ഗ്ലാസ് ആണ്, അത് പൊട്ടിപ്പോകും എന്നുള്ളതാണ് എൻ്റെ സ്ഥാനം. നമുക്ക് ഈ ശ്രദ്ധ അനിവാര്യം ഇസ് എസൻഷ്യൽ, ഇന്നവിറ്റബിൾ എന്ന് പറയാം. ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഈ ശ്രദ്ധ. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും നമുക്ക് ആ ശ്രദ്ധ. ചൂനാട് പ്രവർത്തിക്കുന്ന എസ്.കെ. ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. വള്ളികുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ഡി. ബിനുകുമാർ ക്ലാസ് നയിച്ചു. നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.